ഹായ് മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഡിസ്കോഴ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ചോദ്യങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റിലെ 3ാമത്തെ ആക്ടിവിറ്റി ആയി തന്നിട്ടുള്ള റൈറ്റപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വരുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. നമ്മുടെ സ്പിൽമാൻ്റെ ക്യാരക്ടർ സ്കെച്ചും ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടറുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ ദി ആറ്റിക് highlights the human experience of displacement and survival in times of war and persecution. In the attic എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ യുദ്ധത്തിന്റെ ഫലമായിട്ട് മനുഷ്യന് സ്വന്തം നാട് വിട്ട് പോവേണ്ടി വരുന്നതും യുദ്ധത്തെ അതിജീവിക്കാൻ മനുഷ്യൻ ചെയ്യുന്ന പ്രയാസത്തെക്കുറിച്ചും ഒക്കെയാണ് ആ സ്റ്റോറിയിൽ പറഞ്ഞത്. Read this post which appeared on a social media on the occasion of World Refugee Day. വേൾഡ് റെഫ്യൂജി ഡേ, ലോക അഭയാർത്ഥി ദിനം. ലോക അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ് താഴെ തന്നിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കൂ എന്നാണ്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ ഹെഡിങ് വേൾഡ് റെഫ്യൂജി ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് ഈസ് വൺ ഓഫ് ദി ഹ്യൂമാനിറ്റീസ് മോസ്റ്റ് പ്രസിംഗ് ഇഷ്യൂ വിത്ത് മില്യൺസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു കോൺഫ്ലിക്റ്റ്, പെർസിക്യൂഷൻ ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ സംഘർഷങ്ങൾ, യുദ്ധങ്ങളൊക്കെ മൂലം ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യര് സ്വന്തം നാട് വിട്ട് പോവേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ആഗോള പ്രശ്നമാണെന്നാണ്. According to United Nations High Commissioner for Refugees, over 30 million people have been displaced worldwide in the recent years, with nearly 26 million refugees seeking safety outside their country of origin. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള നാഷണൽ ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജി പറയുന്നത് 80 ദശലക്ഷത്തോളം ആളുകൾ ലോകത്താകമാനം ഡിസ്പ്ലേസ്മെന്റിന് കാരണമായിട്ടുണ്ട്, വിധേയമായിട്ടുണ്ട്. അതിൽ 26 ദശലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിൽ, സ്വന്തം നാട് വിട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടേണ്ടി വന്നിട്ടുണ്ട് എന്ന. റെഫ്യൂജീസ് ഹാവ് ടു ഫേസ് ആൻ അൺസർട്ടൈൻ ഫ്യൂച്ചർ ആർ യൂഷ്വലി ഡിനൈഡ് ബേസിക് നെസസിറ്റീസ് സച്ച് ആസ് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ. അപ്പോൾ അഭയാർത്ഥികളായി മാറിയതോടുകൂടി അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, മരുന്ന് തുടങ്ങിയവ പലപ്പോഴും ഈ റെഫ്യൂജീസിന് ലഭിക്കാതാവുന്നു. In this context, concerns regarding the policies of various countries and the distribution of humanitarian aid are among the world's most pressing issues today. അപ്പോൾ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇവർക്ക് എങ്ങനെ സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കാം, ഭക്ഷണവും മരുന്നും അവശ്യ വസ്തുക്കളും നൽകാം. ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അവസാനിച്ചാൽ തന്നെ ഇതിനൊരു അറുതിയാവില്ലേ? ലെറ്റ് നൗ പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ പ്രോബ്ലം ഓഫ് ഫേസ്ഡ് ബൈ റെഫ്യൂജി ഓഫ് ദ വാർ ഇൻ ദി പ്രസന്റ് ടൈം. നമ്മളോട് തന്നിരിക്കുന്ന ചോദ്യം ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക എന്നുള്ള. യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നതോടുകൂടി അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യരെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് ചെയ്യുക എന്ന. സമകാലികമായ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്ക് ഹെഡിങ് കൊടുക്കണം. റൈറ്റപ്പ് ഓൺ ദ പ്രോബ്ലം ഓഫ് ഫേസ് ബൈ റെഫ്യൂജി ഓഫ് വാർ ഇൻ പ്രസന്റ് ടൈം എന്ന ടോപ്പിക് തന്നെ ഹെഡിങ് ആയി കൊടുക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം. The global refugees crisis is one of the most critical humanitarian issues today. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ക്രൈസിസ്, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമാണ് ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് എന്നുള്ളത്. Millions of people have been forced to flee their homes due to war, persecution, natural disaster. അപ്പോൾ യുദ്ധം കൊണ്ടും മനുഷ്യർ തമ്മിലുള്ള സംഘർഷങ്ങൾ കൊണ്ടും പ്രകൃതി ദുരന്തം കൊണ്ടും ലക്ഷക്കണക്കിന് മനുഷ്യര് സ്വന്തം നാട് വിട്ട് പോവേണ്ടി വരുന്നു, അതിന് നിർബന്ധിതരാകുന്നു.
According to United Nations High Commission for Refugees, over 80 million individuals have been displaced globally, with nearly 26 millions of them seeking refuge in foreign countries. War refugees face numerous challenges. യുദ്ധത്തിൻ്റെ അഭയാർത്ഥികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. They often live in constant fear and uncertainty about their future. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഭയവും അവരെ സ്ഥിരമായി വേട്ടയാടുന്നു. Many are denied access to basic human needs such as food, clean water, shelter, health care. ഭൂരിഭാഗം ആളുകളും എന്തൊക്കെയാണ് നേരിടുന്നത്? ഫുഡ്, ക്ലീൻ വാട്ടർ, ഷെൽട്ടർ, ഹെൽത്ത് കെയർ ഒന്നും കിട്ടാതെ അല്ലേ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇൻ അഡീഷൻ ടു ദ ഫിസിക്കൽ ഹാർഡ്ഷിപ്പ്, ഇതിന് പുറമെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. ദേ ആൾസോ എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഇമോഷണൽ സൈക്കോളജിക്കൽ ട്രോമ, ദ ലോസ് ഓഫ് ഫാമിലി, കുടുംബം നഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ, ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഇമോഷണൽ, സൈക്കോളജിക്കൽ, മാനസികവും വൈകാരികവുമായ ട്രോമ, ആഘാതം. ഹോം, വീട് നഷ്ടപ്പെട്ടതിനെ, സെക്യൂരിറ്റി, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതിനെയൊക്കെ കുറിച്ചുള്ള ആഘാതം അവർ നേരിടുന്നു. ഫർദർമോർ, പോളിസീസ് ഓഫ് ദ ഹോസ്റ്റ് കൺട്രീസ് ആൻഡ് uneven distribution of humanitarian aid often leave refugee vulnerable condition. ഇതിനപ്പുറം ചില രാജ്യങ്ങൾ, നമ്മൾ കയറി ചെല്ലുന്ന രാജ്യങ്ങൾ, അഭയാർത്ഥികളായി എത്തിപ്പെടുമ്പോൾ ആ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന പോളിസികൾ, രാഷ്ട്രീയമായ നിയമങ്ങളും ആശയങ്ങളും നയങ്ങളും ഒക്കെ പലപ്പോഴും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കില്ല. മനുഷ്യത്വപരമായിട്ടുള്ള സഹായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കാതെ വരിക. കാലങ്ങളായി നമുക്ക് റെഫ്യൂജി ആയിട്ട് തന്നെ അവിടെ കഴിയേണ്ടി വരിക. ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾ നേരിടേണ്ടി വരിക. ഡിസ്ക്രിമിനേഷൻ, ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുക. ലിമിറ്റഡ് ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ വോസൺ ദ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? പരിശ്രമം. ലിമിറ്റഡ് ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് അഭയാർത്ഥികൾക്ക് എന്ത് കിട്ടാതെ വരിക? വിദ്യാഭ്യാസം കിട്ടാതെ വരിക, തൊഴിൽ കിട്ടാതെ വരിക. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അഡ്രസ്സിങ് ദീസ് ഇഷ്യൂസ് റിക്വയർ ഗ്ലോബൽ ഓപ്പറേഷൻ. അപ്പോൾ ഗ്ലോബൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഗോളതലത്തിലുള്ള പ്രവർത്തനം ആവശ്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ. ആൻഡ് കമ്പാഷൻ, സഹാനുഭൂതി ആവശ്യമാണ്. ടു അപ്രോച്ച് എൻഷുർ സേഫ്റ്റി, ഡിഗ്നിറ്റി ഓൾ റെഫ്യൂജീസ്. അഭയാർത്ഥികൾക്കൊക്കെ സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ, മാന്യത കിട്ടണമെങ്കിൽ, അവരുടെ ജീവിതം സുരക്ഷിതമാവണമെങ്കിൽ, അവർക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്ന ആഗോളതലത്തിലുള്ള സഹകരണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൈറ്റപ്പ് റെഫ്യൂജി ഓഫ് വാർ ഇൻ ദി പ്രസന്റ് ടൈം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രേസസ് ഫ്രം ദ എക്സ്ട്രാക്ട് ദാറ്റ് റിവീൽ ദ ക്യാരക്ടർ ഓഫ് ദ പിയാനിസ്റ്റ് ആൻഡ് ജർമ്മൻ ഓഫീസർ. താഴെ ബോക്സ് തന്നിട്ട് ആ ബോക്സിൽ ക്യാരക്ടേഴ്സിൻ്റെ, അതായത് പിയാനിസ്റ്റിൻ്റെയും ജർമ്മൻ ഓഫീസറുടെയും ഒക്കെ സ്വഭാവ സവിശേഷതകൾ, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ താഴോട്ട് ആ ബോക്സ് ഫില്ലാക്കിയിട്ട് എഴുതണം. അതിനുശേഷം നമ്മളോട് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാൻ ആൻഡ് ജർമ്മൻ ഓഫീസർ, ഹൈലൈറ്റിംഗ് ബോണ്ട് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലയാലിറ്റി. അവരുടെ വിശ്വസ്തത, വിധേയത്വം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാൻ, ദി പിയാനിസ്റ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം ക്യാരക്ടർ സ്കെച്ച് എന്താണ്. Spillman is a talented Jewish pianist who experiences the horrors of war and persecution. അപ്പോൾ സ്പിൽമാൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ജൂയിഷ് പിയാനിസ്റ്റ് ആണ്. അദ്ദേഹം യുദ്ധത്തിൻ്റെ ഹൊറർ, ഭീകരതയൊക്കെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. യുദ്ധത്തിൻ്റെ ഭീകരത, ഹൊറർ എന്ന് പറഞ്ഞാൽ എന്താ? ഭീകരത നേരിട്ടുള്ള വ്യക്തിയാണ്.
കുറ്റവാളിയായി പിടികൂടി പ്രോസിക്യൂഷൻ അല്ലെ വിചാരണയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ്. ഇൻ ദി എക്സ്ട്രാക്ട്, നമുക്ക് ഈ എക്സ്ട്രാക്റ്റിൽ നിന്ന്, ഈ പാഠഭാഗത്തിൽ നിന്ന് ഹി ഈസ് പോർട്രേഡ്, അദ്ദേഹത്തെ പോർട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വീക്കാണ്, ദുർബലനാണ്, ഹെൽപ്ലെസ് ആണ്, നിസ്സഹായന, ഡീപ്ലി അഫക്റ്റഡ് ബൈ ഫിയർ ആൻഡ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണിയും ഭയവും ഒക്കെ വളരെയധികം, ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, സ്റ്റാർവേഷൻ പട്ടിണിയും ഭയമൊക്കെ വളരെയധികം എന്ത് ചെയ്ത് അഫക്റ്റ് ബാധിച്ച ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. ഹിസ് പെയിൻ ആൻഡ് ഡെസ്പെയർ ആർ എവിഡന്റ്. അദ്ദേഹത്തിന്റെ പെയിന്, വേദനയും, ഡെസ്പെയർ, നിരാശ, ഇതൊക്കെ എന്തിന് തെളിവാണ്? ഈസ് ഫിസിക്കൽ ഇമോഷണൽ സ്റ്റേറ്റ്, അദ്ദേഹം നേരിടുന്ന ശാരീരിക വൈകാരിക അവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ ഞരങ്ങുക, അണേബിൾ ടു സ്പീക്ക്, സംസാരിക്കാൻ കഴിയാതെ വരിക, ഫിയർ ഓഫ് അവർ ലൈഫ്, ജീവിതത്തിലുള്ള പേടി, ആരെയും വിശ്വസിക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കൊക്കെ ഉദാഹരണമാണ്. Despite his suffering, he retained sense of dignity and humanity. എന്നാൽ ഈ ഒരു സഫറിങ്, കഷ്ടത അനുഭവിക്കുന്നതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിന് ഡിഗ്നിറ്റി, ഹ്യൂമാനിറ്റിന്, മനുഷ്യത്വം അയാളുടെ ഉള്ളിലുണ്ട്. ഡിഗ്നിറ്റി, മാന്യതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്, മാന്യമായി പെരുമാറാനുള്ള. ഹി ഈസ് ഇനീഷ്യലി സസ്പീഷ്യസ് ഓഫ് ജർമ്മൻ ഓഫീസർ. തൻ്റെ റൂമിലേക്ക് കയറി വന്ന ജർമ്മൻ ഓഫീസറെ തുടക്കത്തിൽ അദ്ദേഹം ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ, സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയിക്കുക, ഡൗട്ട്ഫുൾ. തുടക്കത്തിൽ അദ്ദേഹം സംശയിച്ചിരുന്നു. ബട്ട് ഗ്രാജുവലി ലേൺ, പക്ഷേ സാവധാനം എന്ത് മനസ്സിലായി? ടു ലേൺ ഹിം ട്രസ്റ്റ്, ഇയാളെ വിശ്വസിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി. സ്പിൽമാൻ സർവൈവൽ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ഫ്രാഗൈൽ ബോണ്ട് ഓഫ് ട്രസ്റ്റ്. സ്പിൽമാന്റെ സർവൈവൽ, അതിജീവനം എന്തിനെ ആശ്രയിച്ചാണ്? ദ വീക്ക്ഡ് ബോണ്ട് ഓഫ് ട്രസ്റ്റ് എന്ന. ഫ്രാഗൈൽ എന്ന് പറഞ്ഞാൽ ദുർബലമായ എന്നാണ്, വീക്കാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം അല്ലെ. പതുക്കെ ആ ജർമ്മൻ ഓഫീസറോട് അദ്ദേഹത്തിനുണ്ടായ ആ ട്രസ്റ്റ്, വിശ്വാസത്തിലൂടെയാണ് അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? അതിജീവിക്കാൻ തുടങ്ങിയത്. ഇറ്റ് അൾട്ടിമേറ്റ്ലി റിഫ്ലക്ട് ഹിസ് റീസൈലൻസ് ആൻഡ് ഹോപ്പ് അമിഡ് ദ ഡെസ്പെയർ. മധ്യത്തിൽ ഡെസ്പെയർ, നിരാശ, റിസൈലൻസ് എന്താണ്? അതിജീവനം. അപ്പോൾ ആ നിരാശയുടെ മധ്യത്തിലും അദ്ദേഹത്തിന് ഹോപ്പ്, പ്രതീക്ഷയും അതിജീവനും ഒക്കെ ലഭിച്ചത് ആ ജർമ്മൻ ഓഫീസറോട്, അയാളുടെ പ്രവൃത്തിയോടൊക്കെ അദ്ദേഹത്തിനുണ്ടായ ട്രസ്റ്റ്, വിശ്വാസത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്പിൽമാനെ കുറിച്ച് ചേർത്തിട്ടുള്ള ചെറിയ ഒരു ക്യാരക്ടർ സ്കെച്ച്. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജർമ്മൻ ഓഫീസർ നോക്കാം. ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ എന്തായിരുന്നു? The German officer is a complex and compassionate character standing out against the backdrop of war and cruelty. നമ്മുടെ ജർമ്മൻ ഓഫീസർ വളരെ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർണമായൊരു കഥാപാത്രമാണ്. കമ്പാഷനേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ സഹജീവിയോട് അനുകമ്പ, കരുണയുള്ള ഒരു കഥാപാത്രമാണ്. സ്റ്റാൻഡിങ് ഔട്ട് ചെയ്യാം, വേറിട്ട് നിൽക്കുക. എഗെയിൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് വാർ ആൻഡ് ക്രൂവൽറ്റി, ക്രൂരതയും യുദ്ധവും ഒക്കെ പശ്ചാത്തലത്തിൽ നിലകൊള്ളുമ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നാൽ ജർമ്മൻകാരൊക്കെ വളരെ ക്രൂരരായിട്ട് പടയാളികളൊക്കെ ജൂതന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഈ ജർമ്മൻ ഓഫീസർ എന്ത് ചെയ്യുന്നു? വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയാണ്. rather than harming സ്പിൽമാൻ, ഹാമിങ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്രോഹിക്കുക. സ്പിൽമാനെ ദ്രോഹിക്കാതെ ഈ ഷോ കൈൻഡ്നെസ്, എംപതി, അയാൾ എന്ത് കാണിച്ചു? കൈൻഡ്നെസ്, ദയ കാണിച്ചു അല്ലേ. ആൻഡ് റീഅഷ്യൂറിങ് ഹിം, അദ്ദേഹത്തിന് ആവശ്യമുള്ള സുരക്ഷിതത്വം നൽകി. ഓഫറിങ് ഫുഡ്, അദ്ദേഹത്തിന് ഭക്ഷണം ഓഫർ ചെയ്തു. ലിസണിങ് ടു മ്യൂസിക്, അയാളുടെ സംഗീതം കേട്ടു. ഹിസ് ആക്ഷൻ റിഫ്ലക്റ്റ് എ ഡീപ്പ് സെൻസ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഓഫീസറുടെ പ്രവൃത്തി എന്തിനുദാഹരണമാണ്? അതയാൾക്ക് ഹ്യൂമാനിറ്റി ഉണ്ട്, മനുഷ്യത്വം ഉണ്ട് എന്നുള്ളത്. കൺട്രാഡിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വൈരുദ്ധ്യമായി, കോൺട്രാഡിക്റ്റിംഗ്. ദ ബ്രൂട്ടൽ ഇമേജ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ദിസ് റോൾ. ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ മൃഗീയമായത്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ജൂതനെ പിടിച്ച് കൊല്ലുക എന്നുള്ളതാണ്.
എന്ന അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു മൃഗീയമായ ക്രൂരമായ ഉത്തരവാദിത്വത്തിന് കൺട്രാഡിക്റ്റ് ആയിട്ട്, വൈരുദ്ധ്യമായിട്ട്, വിപരീതമായിട്ട് അയാൾ മനുഷ്യത്വത്തോടു കൂടി പെരുമാറി എന്നുള്ളതാണ് അയാളുടെ പ്രത്യേകത. By repeatedly helping the pianist, he forms a bond built on the silent trust and mutual respect. റിപ്പീറ്റഡ് ആവർത്തിച്ച് നമ്മളെ പിയാനിസ്റ്റിനെ ഹെൽപ്പ് ചെയ്തതിലൂടെ അദ്ദേഹം അവിടെ ഒരു ബോണ്ട്, ഒരു ബന്ധം ബിൽറ്റ് ചെയ്തെടുത്തു. റിലേഷൻ സൈലന്റ് ആയിട്ട്, ആരുമായിട്ട്? ട്രസ്റ്റ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരമായിട്ടുള്ള റെസ്പെക്ട്, ബഹുമാനവും വിശ്വാസവും ഒക്കെ അവർക്കിടയിൽ രൂപപ്പെട്ടു. His kindness is reminder that compassion can survive even the darkest time. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈൻഡ്നെസ്, ഇദ്ദേഹം കാണിച്ച ദയ നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഓർമ്മിക്കുന്നത്? കമ്പാഷൻ ക്യാൻ സർവൈവ്, സഹജീവിയോടുള്ള അനുകമ്പ ഏതൊരു ഡാർക്കസ്റ്റ് ടൈമിലും, ഏതൊരു ഇരുണ്ട സമയത്തും കാലഘട്ടത്തിലും അതിജീവിക്കാൻ സഹായിക്കും. കരുണയും സഹതാപവും കാണിച്ചാൽ അത് മറ്റുള്ളവർക്ക് അതിജീവിക്കാനുള്ള ഊർജമാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ സ്കെച്ചായിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായി വാച്ച് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കണും കൂടി ഒന്ന് ടിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ, മറുപടികൾ, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോ ലെസണുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.